I am Dr. Shruti from GR Ayurveda. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദനയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഏതു പ്രായക്കാർക്കും വരാകുന്ന ഈ അസുഖം സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത് കഴുത്തുവേദനയായിട്ട് വരുന്ന രോഗി പിന്നീട് വരുന്നത് ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും വേദനകളായിട്ടായിരിക്കാം. എന്നാൽ ഇത് രക്തപരിശോധനയിലോ അല്ലെങ്കിൽ എക്സ്റേയിലോ സ്കാനിങ്ങിലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഫൈബ്രോമയാൾജിയ എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത്. ആയുർവേദത്തിൽ ഇതിനെ പേശിവാദം എന്നാണ് പറയുന്നത്. ഫൈബ്രോ എന്ന് പറയുന്നത് തന്നെ പേശികളെ ബാധിക്കുന്ന രോഗമായതുകൊണ്ടാണ്. മയാൾജിയ എന്ന് പറയുന്നത് പേശികളെ ബാധിക്കുന്ന വേദന എന്നർത്ഥത്തിലാണ്. ഫൈബ്രോമയാൾജിയയ്ക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ഫാമിലി ഹിസ്റ്ററി, അതുപോലെ ഇമോഷണൽ സ്ട്രെസ്സ്, ഫാമിലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ്, ഫിസിക്കൽ സ്ട്രെസ്സ്, റെഗുലറായിട്ട് ഉണ്ടാകുന്ന ജോലി സ്ഥലത്തു നിന്നുണ്ടാകുന്ന സ്ട്രെസ്സ്, ഇതൊക്കെ ഫൈബ്രോമയാൾജിയയ്ക്ക് ഒരു ഘടകങ്ങളാണ്. ശരീരത്തിലെ ജോയിൻസിന് അല്ലെങ്കിൽ മസിൽസിന് ഉണ്ടാകുന്ന വേദന ആയതുകൊണ്ട് SLE, ആർത്രൈറ്റിസ് അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസുമായി ഫൈബ്രോമയാൾജിയ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്നാൽ രക്തപരിശോധനയിലോ എക്സ്റേയിലോ നമുക്കിതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാറില്ല. പ്രധാന ലക്ഷണങ്ങളായ ക്ഷീണം, ഉറക്കക്കുറവ്, തലവേദന, ബവൽ മൂവ്മെൻറ്റ്സിലുണ്ടാകുന്ന വ്യത്യാസം, വയറുവേദന എന്നീ ലക്ഷണങ്ങൾ വച്ചിട്ടാണ് ആ രോഗം ഫൈബ്രോമയാൾജിയായിട്ട് കൺഫേം ചെയ്യാറുള്ളത്. കണ്ടുപിടിക്കപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇത്രയും സിംറ്റംസ് ഒറ്റ രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് തിരിച്ചറിയുന്നില്ല. ഉറക്കം കിട്ടിയാൽ തന്നെ 70% അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടും. അതിലൂടെ ക്ഷീണം, തലവേദന എന്നിവയെല്ലാം കുറയും. വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക, പുകവലി കുറയ്ക്കുക. പുകവലിക്കുമ്പോൾ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടുകയും അത് മസിൽസിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകാനും പെയിൻ ഉണ്ടാകാനൊക്കെ കാരണമാവുകയും ചെയ്യും. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുന്നതും മധുരം കുറയ്ക്കുന്നതും അതുപോലെ പ്രോസസ്ഡ് ഫുഡിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതും മൂലവും ഇത് ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ്. ധാരാളം വെള്ളം കുടിക്കുന്നതും ഇലക്കറികളും ഫ്രൂട്ട്സും കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഫൈബ്രോമയാൾജിയയ്ക്ക് കൃത്യമായ ചികിത്സയില്ല. എന്നാലും അതിൻ്റെ ലക്ഷണങ്ങൾ മാറുന്നതിനായിട്ടുള്ള ചികിത്സകൾ ചെയ്യാവുന്നതാണ്. യോഗ, മെഡിറ്റേഷൻ എന്നിവ ചെയ്യുന്നത് കൊണ്ട് മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കുവാനും അതുപോലെ സൈക്ലിംഗ്, സ്വിമ്മിംഗ് എന്നിവ ചെയ്യുന്നത് കൊണ്ട് മസിൽ ടോൺ ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ആയുർവേദത്തിൽ സ്നേഹസ്വേദനങ്ങളും അതുപോലെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സും ഈ രോഗത്തിന് ലഭ്യമാണ്. എന്നാൽ ഓരോ ലക്ഷണങ്ങളും വച്ച് ചികിത്സ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഒരു ഡോക്ടറുടെ സേവനം അനിവാര്യമാണ്.